നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അല്ല, അഷുറൻസ് ആണ്. അഷുറൻസ് മീൻസ് ഉറപ്പാണ്, അതായത് 100% പ്ലേസ്മെന്റ് ഉറപ്പാണ്, അല്ലാതെ അസിസ്റ്റൻസ് അല്ല. കഴിഞ്ഞ ഒരു 22 വർഷമായിട്ട് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ ഫുഡ് ഇൻഡസ്ട്രിയിൽ ഞാൻ ഓൾ ഇന്ത്യ ലോജിസ്റ്റിക്സിന്റെ ഹെഡാണ്. നിങ്ങൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോ സപ്ലൈ ചെയിനും സർട്ടിഫൈഡ് പ്രൊഫഷണൽസ് ആണ്. ഫോർ എക്സാമ്പിൾ, സപ്ലൈ ചെയിനിന്റെ ഒരു ബാക്ക്ബോൺ ആയിട്ട് നിൽക്കുന്ന ഒന്നാണ് ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ. അതുപോലുള്ള അടുത്തൊരു കോമ്പണന്റ് ആണ് അതിന്റെ പ്രൊക്യൂർമെന്റ്. അതുപോലെ തന്നെ അടുത്തൊരു കോമ്പണന്റ് ആണ് അതിന്റെ വെയർഹൗസിംഗ്. അതുപോലെ തന്നെ അതിന്റെ ഓപ്പറേഷൻസ് മാനേജ്മെന്റ്. അതുപോലെ തന്നെ അതിന്റെ പ്രൊഡക്ഷൻ മാനേജ്മെന്റ്. പ്രൊഡക്ഷൻ കഴിഞ്ഞാൽ അതിന്റെ സ്റ്റോറിംഗ് മാനേജ്മെന്റ്, ഇൻവെന്ററി മാനേജ്മെന്റ്. അതിന്റെ എന്താ പറയുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, അതിന്റെ സെയിൽസ് മാനേജ്മെന്റ്, അഗൈൻ ഇതിന്റെ റിവേഴ്സ് ലോജിസ്റ്റിക്സിന്റെ മാനേജ്മെന്റ്. ഈ കോഴ്സിനുടനീളം നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ സബ്ജക്റ്റുകളും നിങ്ങളുടെ സിലബസിലും ഉണ്ടാകും. വർക്ക് ചെയ്യുന്ന ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് എന്ത്, ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങും അതുപോലെ കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞത്. ഈ ഒരു കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞ ഒരു റോളിനുള്ളിൽ തന്നെ നമുക്കറിയാത്ത ഇഷ്ടം പോലെ വേറെ ജോലികളുണ്ട്. അതായത് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഡീൽ ചെയ്യുന്നത് മാത്രമല്ല, എയർലൈനിന്റെ ടിക്കറ്റിംഗ് ചെക്കിന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ബാഗ് കൊണ്ടുപോയി നമ്മളിങ്ങനെ വെക്കുന്നത്, ആ ബാഗ് കൊണ്ടുപോയി വെക്കുന്നത് മാക്സിമം നിങ്ങൾ റീൽസിൽ കണ്ടിട്ടുണ്ടാവും, അതുപോലെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ബാഗ് കൊണ്ടുപോയി വെക്കുന്നത്, അതിന്റെ മേലെ ഒരു ടയർ പൊട്ടിക്കുന്നത് അവര്. അതുപോലെ തന്നെയാണ് ബോർഡിങ് ചെയ്യുന്ന ആൾക്കാർ. കണ്ടിട്ടില്ല ഇങ്ങനെ നടന്നു പോകുമ്പോൾ കണ്ടിട്ടാവില്ല അല്ലേ? സോ അങ്ങനത്തെ ഒരുപാട് ജോലി സാധ്യതകളുള്ള ഒരു സ്ഥലമാണ്. ഇപ്പൊ ഇനി അലവിന്റെ സൈഡിൽ പറയുകയാണെങ്കിൽ നമുക്കവിടെ അലവിൽ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ ഗ്രൗണ്ട് ഹാൻഡിങ് അതുപോലെ തന്നെ ക്യാബിൻ ക്രൂവിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഓക്കെ.